18/7/2026 ഇന്ന് കേരള PSC നടത്തേണ്ട പരീക്ഷ ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. സോ പെട്ടെന്ന് ചെയ്യുന്ന വീഡിയോ ആണ്. വീഡിയോ എന്നുള്ള രീതിയിൽ ഒരു ക്വാളിറ്റിയോ കാര്യങ്ങളോ ഇല്ലെങ്കിലും ഈ കണ്ടന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പെട്ടെന്ന് നിങ്ങൾക്ക് ഈ ഒരു കാര്യം ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്ന ഒരു വീഡിയോ മാത്രമാണിത്. അപ്പോൾ സംഭവിച്ചെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴാണ് നമുക്ക് മെസ്സേജ് കാര്യങ്ങൾ പലരും അറിഞ്ഞു തുടങ്ങുന്നേ ഉണ്ടാകത്തുള്ളൂ. ചിലർ ഈ ഒരു വീഡിയോയിലൂടെ ആയിരിക്കും അറിയുന്നുണ്ടാവുക. കേരള PSC നടത്താനിരുന്ന 18/7/2026 10th ലെവൽ പ്രിലിമിനറി എക്സാമിനേഷൻ ലാസ്റ്റ് ഗ്രേഡ് സെർവന്റ് ഉൾപ്പെടെയുള്ള എക്സാമിനേഷൻ ക്യാൻസൽ ചെയ്തു എന്നുള്ളൊരു അപ്ഡേറ്റ് അല്ലെങ്കിൽ ഒരു കാര്യമാണ് നമുക്ക് വിഷമകരമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കുറെ ദൂരത്തു നിന്നൊക്കെ കുട്ടികൾ അവിടം വരെ പോയി സെന്ററിൽ എത്തുമ്പോഴാണ് ഈ കാര്യം മനസ്സിലാകുന്നത്, എക്സാം ക്യാൻസൽ ചെയ്തിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം. ഇതിനു മുമ്പ് മറ്റു പല രീതിയിൽ ക്യാൻസൽ മാറ്റിവെച്ചു, എക്സാം മറ്റൊരു രീതിയിലേക്ക് മാറ്റിവെച്ചു എന്നൊക്കെയുള്ളത് നമ്മൾ കേട്ടിട്ടുണ്ട്. ഇത് തികച്ചും നമുക്ക് ഏറെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അവിടെ എത്തിയതിനു ശേഷം എക്സാം മാറ്റിവെച്ചു എന്നുള്ളൊരു കാര്യങ്ങൾ അറിയുന്നതും ഇങ്ങനെയുള്ളൊരു പ്രതിസന്ധി തീർച്ചയായിട്ടും വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ഇപ്പൊ നടക്കാനിരിക്കുന്ന ഒരു എക്സാം മറ്റൊരു ദിവസത്തിലേക്ക് പോസ്റ്റ്പോൺ ചെയ്തു, മറ്റൊരു ദിവസം നടത്തുമെന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. എക്സാം ക്യാൻസൽ ആവാനായിട്ടുള്ള പ്രധാന കാര്യമായിട്ട് പറഞ്ഞത് പേപ്പർ ചോർന്നു എന്നുള്ള രീതിയിലുള്ള വാർത്തകളാണ് ലഭിക്കാനായിട്ട് സാധിക്കുന്നത്. സോ പേപ്പർ ചോരുക എന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലത്തെ ഷിഫ്റ്റിന് ഉച്ചയ്ക്ക് ശേഷമുള്ള ഷിഫ്റ്റിന്റെ പേപ്പർ നൽകിയെന്നും അങ്ങനെ പല രീതിയിലുള്ള ന്യൂസുകൾ ലഭിക്കുന്നുണ്ട്. അപ്പോൾ അത് തന്നെ ആയിരിക്കും ഏറ്റവും ട്രസ്റ്റബിൾ ആയിട്ട് ലഭിച്ചിട്ടുള്ള കാര്യമാണ് ഞാനിപ്പം പറഞ്ഞിട്ടുള്ളത്. രാവിലത്തെ ഷിഫ്റ്റിന് ഉച്ചക്കത്തെ ശേഷമുള്ള എക്സാമിന്റെ പേപ്പർ നൽകിയെന്നുള്ളൊരു കാര്യമാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ചിലപ്പോൾ മറ്റെന്തെങ്കിലും ആയിരിക്കാം, നമുക്ക് പുറത്ത് കിട്ടുന്നത് തന്നെ ആവണം എന്നില്ലല്ലോ കറക്റ്റ് ആയിട്ടുള്ള ന്യൂസ്. അപ്പോൾ എന്തായാലും കുട്ടികൾക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. ഇത് ഞാൻ ഇതിനെ ബേസ് ചെയ്ത് മാത്രം പറയല്ല. ഓക്കെ, ഈ ഒരു കാര്യം ഇൻസിഡന്റിനെ മാത്രം നമ്മൾ ബേസ് ചെയ്ത് പറയുകയാണെങ്കിൽ ആർക്കും തെറ്റ് പറ്റും. എനിക്കാണെങ്കിലും നിങ്ങൾക്കാണെങ്കിൽ ആർക്കും തെറ്റ് പറ്റും. ആ തെറ്റ് നമ്മൾ തിരുത്തി മുമ്പോട്ട് പോകുമ്പോൾ ഓക്കെ, ദാറ്റ്സ് ഫൈൻ, നമ്മൾ അതിൽ കൂടുതൽ ഇതാക്കാൻ നിൽക്കണ്ട, ഓക്കെയാണ്. പക്ഷെ ഇത് ആവർത്തിച്ച് കുട്ടികളെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലുള്ള പ്രശ്നങ്ങളാണ് PSCന്റെ ഭാഗത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. മണ്ണ് തിന്നേണ്ട അവസ്ഥ വരെ PSC കാരണം ഇന്ന് കുട്ടികൾക്ക് ഉണ്ടായിട്ടുണ്ട്. ശൈന പ്രദർശനം നടത്തുക, മണ്ണ് തിന്നുക, ഇനി എന്തൊക്കെ കഴിക്കേണ്ടവരും എങ്ങോട്ട് പോകേണ്ടവരും എന്ന് തന്നെ അറിയാത്തൊരവസ്ഥയിലാണ് PSC കാരണം ഉള്ളത്. എന്നെ സംബന്ധിച്ചിടത്തോളം നോക്കുകയാണെങ്കിൽ ഞാൻ PSC ആയിട്ട് അത്ര അറ്റാച്ച്ഡ് അല്ല. പിന്നെ നിങ്ങൾക്കൊക്കെ ജോലി അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത് കൊണ്ടാണ് ഞാൻ SSC കേന്ദ്ര ഗവൺമെന്റിന്റെ മറ്റുള്ള ജോലികൾ അവിടെയുണ്ട്, അവിടെ ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. അവിടെ SSC പോലുള്ള പരീക്ഷയിൽ നടക്കുന്ന ചീറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഞാൻ തെളിവ് സഹിതം ഇവിടെ കാണിക്കാറുണ്ട്, എന്റെ ചാനലിൽ കാണിക്കാറുണ്ട്, കൃത്യമായിട്ട് കാണിക്കാറുണ്ട്. പുറത്തുനിന്ന് കമ്പ്യൂട്ടർ വെച്ചുകൊണ്ട്, അവിടെ ഓൺലൈൻ എക്സാം ആണല്ലോ നടക്കുന്നത്, കമ്പ്യൂട്ടർ വെച്ചുകൊണ്ട് പുറത്തുനിന്ന് ഹാക്ക് ചെയ്തിട്ട് അവിടെയുള്ള ആൻസർ ചെയ്യുന്ന രീതിയിലുള്ള പ്രവണതയും കാര്യങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ എന്തായാലും പറഞ്ഞു വരുന്നത്, ഈ രീതിയിലുള്ള ഒരു പ്രവണത നമ്മൾ തീർച്ചയായിട്ടും അഡ്രസ് ചെയ്യേണ്ടതായിട്ട് തന്നെ ഉണ്ട്. ഈ കാര്യങ്ങൾ മാറ്റി തന്നെ വേണം. ഈ ഇടയിൽ ഞാൻ ഇതുപോലെ തന്നെ ഒരു ഓൺ വോയിസ് ഞാൻ യൂട്യൂബിൽ ഇട്ടിട്ടില്ല എന്നേ ഉള്ളൂ, നേരിട്ട് വന്ന് പറഞ്ഞ മറ്റൊരു കാര്യമാണ്. ഒരു അധ്യാപകൻ പരീക്ഷ എഴുതി അതിന്റെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് അദ്ദേഹത്തിന്റെ റിട്ടയർമെന്റ് ഏജും കാര്യങ്ങളും വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയതാണ്. കൃത്യമായിട്ട് ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയ പരീക്ഷന്റെ റാങ്ക് ലിസ്റ്റും കാര്യങ്ങളൊക്കെ വേണ്ടി അഡ്വൈസ് മെമ്മോ കൈ കിട്ടും, ജോലിക്ക് വേണ്ടിയിട്ടുള്ള ലെറ്റർ കൈ കിട്ടുന്നത് ഏകദേശം അദ്ദേഹം റിട്ടയർമെന്റ് ഏജും കഴിഞ്ഞ് അവിടെ ഇങ്ങനെ റിട്ടയർമെന്റ് ഏജിന്റെ അടുത്തെത്തുന്ന സമയത്ത്, അവിടെ വീട്ടിലിരിക്കുന്ന സമയത്താണ് ഈ സാധനം ലഭിക്കുന്നത്. അപ്പം വലിയൊരു അനാസ്ഥ അല്ലെങ്കിൽ വലിയൊരു ഡാറ്റയിലോ അല്ല എല്ലാ കാര്യത്തിലുള്ള ഒരു മിസ്മാച്ച് PSCന്റെ ഭാഗത്ത് ഇതിലൂടെ ഉണ്ടാകുന്നുണ്ട്. പിന്നെ ഈയിടെ അന്വേഷണങ്ങളും കാര്യങ്ങളൊക്കെ പ്രഖ്യാപിച്ച് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും. അപ്പൊ അതിന്റെയൊക്കെ പുറകെ പോകാൻ നമ്മൾ പഠിക്കുന്ന സമയം കൂടി പോകും എന്നുള്ളൊരു അവസ്ഥയിലാണുള്ളത്. ഒന്നിക്കെ പഠിക്കുക, അല്ലെ ഇതിന്റെ പുറകെ പോയിട്ട് എതിർക്കുക എന്നുള്ള രണ്ട് ഓപ്ഷൻസ് ആണ് നമ്മൾ കുട്ടികൾക്കുള്ളത്. എതിർക്കാൻ പോയി കഴിഞ്ഞാൽ നമ്മുടെ ഭാവി നശിക്കും, എതിർത്തിട്ടില്ലെങ്കിലും നമ്മുടെ ഭാവി നശിക്കും. അങ്ങനെ ഒരു അവസ്ഥയാണ് ഇപ്പൊ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. എല്ലാ എക്സാമും ഇങ്ങനെ ക്രമക്കേടിലൂടെ നടക്കുന്നു എന്നല്ല, ഒന്നോ രണ്ടോ എക്സാം ഇങ്ങനെ നടന്നാൽ തന്നെ നമുക്കുണ്ടാവുന്ന ട്രസ്റ്റ് അല്ലെങ്കിൽ നമ്മൾ ഇത്രയും മറ്റൊരുപാട് കരിയർ ഓപ്പർച്യൂണിറ്റി നമ്മുടെ മുമ്പിൽ ഉണ്ടായിട്ടും ലൈഫ് സെറ്റാക്കാൻ ഇതാ ഏറ്റവും നല്ല വഴി എന്നുള്ള രീതിയിൽ നമ്മൾ ഇത് ചൂസ് ചെയ്തിരിക്കുന്ന സമയത്ത് അധികൃതരുടെ ഭാഗത്തുനിന്ന് അതിനനുസരിച്ചിട്ടുള്ള, നമ്മളൊക്കെ വോട്ട് ചെയ്തിട്ടാണല്ലോ അങ്ങോട്ട് വിജയിച്ചു പോകുന്നത്. അപ്പൊ നമുക്ക് ഈ ഒരു രീതിയിലുള്ള ട്രീറ്റ് അല്ല തരേണ്ടതെന്ന് ഞാൻ പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. ഒരാളെയും വിമർശിക്കാനല്ല, എല്ലാവരും, അതിപ്പോ മാറി മാറി ഭരിക്കുന്ന ഏത് സർക്കാർ ഏത് ഗവൺമെന്റ് ആണെങ്കിലും ഈ സിസ്റ്റത്തിൽ ഒരു മാറ്റം കൊണ്ടുവരണം എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഇങ്ങനെ തെറ്റുകൾ അല്ലെങ്കിൽ സാധാരണക്കാരന്റെ മേലേക്ക് കയറി വരുന്ന രീതിയിലുള്ള പ്രശ്നങ്ങൾ പരമാവധി ഇല്ലാതാക്കുക. ഉണ്ടാകും, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല, കാരണം എവിടെയാണെങ്കിലും തെറ്റും കാര്യങ്ങളൊക്കെ പറ്റും. അപ്പൊ അത് ഫിക്സ് ചെയ്തുകൊണ്ട് പിന്നീട് ഇങ്ങനെയുള്ള ഒരു തെറ്റ് വരുത്താതിരിക്കാനുള്ള കാര്യങ്ങൾ ദയവ് ചെയ്ത് ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. ഒരുപാട് കുട്ടികൾ ഇന്ന് ഈ ഒരു പ്രശ്നം കൊണ്ട് മാത്രം ബുദ്ധിമുട്ടി എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, ഒരു വീഡിയോ ചെയ്യുമോ? ഞാൻ വിചാരിച്ചു എല്ലാവരും പറയുന്നതല്ല, ഇങ്ങനെ ഒരു കാര്യം ഉണ്ടായിട്ട് നമ്മൾ സംസാരിക്കാതിരിക്കുന്നത് ശരിയല്ല. അപ്പൊ ഇതിൽ എന്തായാലും ഒരു മാറ്റം കൊണ്ടുവന്നേ പറ്റൂ എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങളുടെ അഭിപ്രായം എന്തായ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക.
അപ്പോൾ പരീക്ഷ എന്തായാലും ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. ആദ്യഘട്ട പരീക്ഷ ക്യാൻസൽ ചെയ്തിരിക്കുകയാണ്. രണ്ടാം ഘട്ട പരീക്ഷ ഇത് എങ്ങനെ ബാധിക്കും എന്ന് എനിക്ക് അറിയില്ല. അപ്ഡേറ്റ് വരുമ്പോൾ നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ആദ്യഘട്ട ഇപ്പം ഉച്ചയ്ക്ക് ശേഷമുള്ള പരീക്ഷ ക്യാൻസൽ ചെയ്തു എന്ന് പറഞ്ഞല്ലോ, അത് വരുന്ന ദിവസങ്ങളിൽ നടത്തും എന്നുള്ളൊരു അപ്ഡേറ്റ് ലഭിക്കുന്നുണ്ട്. അതിന്റെ എന്തെങ്കിലും അപ്ഡേറ്റ് ലഭിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും. സോ താങ്ക് യു.